ഹായ് വെൽക്കം ഓൾ. ചെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രേഡിലെ ഏറ്റവും വലിയൊരു ഗുണമുണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ട്രേഡ് എടുത്തു. അതിൻ്റെ അകത്ത് ഏകദേശം 430 ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടിയ ഒരു ഇത്. രണ്ടാമത് ബാങ്ക് നിഫ്റ്റി നോക്കിയപ്പോഴേക്കും അതിൻ്റെ അകത്ത് ടോട്ടൽ സം പോകുന്നത് ഒരു നെഗറ്റീവ് ഏരിയയിലേക്കാണെന്നുള്ളത് ഒരു ഐഡിയ ഏകദേശം ഒരു 3-3:30 ആയപ്പോഴേക്കും എനിക്ക് കിട്ടിയായിരുന്നു. കാരണം നമ്മളിവിടെ ഒരു 5 മിനിറ്റിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ബയാസ് തീരെ കാണാൻ പറ്റാത്തൊരു റീജിയൻ നമുക്ക് ഏകദേശം ഇവിടെ കാണുന്നുണ്ട്. നമുക്കൊരു 59,779 കാണുന്നുണ്ട്. കാരണം അവിടെ എത്തിയപ്പോഴേക്കും വലിയൊരു റിജക്ഷൻ, നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെസിസ്റ്റൻസിൻ്റെ ഒരു ഏരിയയിൽ നിന്നും വലിയൊരു റിജക്ഷൻ കിട്ടിയിട്ടാണ് ക്യാൻഡിൽ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോർഷൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം അവിടെ അത്യാവശ്യം വലിയൊരു ബയസ് നിങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് താഴേക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബൈ ചെയ്യാനുള്ളൊരു ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ സെല്ലേഴ്സ് സമ്മതിക്കാണ്ട് തന്നെ വീണ്ടും ഈ ഒരു പോർഷനിലേക്ക് താഴെ ഇവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മാക്സിമം സെല്ലേഴ്സ് തന്നെയാണ് കൺട്രോളിലുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ വീണ്ടും ആലോചിച്ചപ്പോൾ, കാരണം ഇത്രയും വലിയൊരു ഡൗൺഫോൾ ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഡൗൺഫോൾ വന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പൊസിഷൻ ഡൗൺഫോൾ വന്നതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലേഴ്സിൻ്റെ തന്നെ കൺട്രോളിലാണ് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ ഇവിടെ ഈ ഒരു പോർഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നതിൽ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ വരാൻ സാധ്യത കൂടുതലുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ സ്വന്തമായി തീരുമാനിച്ച ഒരു കാര്യം മാത്രമല്ല, ഗ്യാപ്പ് ഡൗൺ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്നത്തെ എല്ലാം ഇൻഡെക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിലും വലിയൊരു ശതമാനം, സെൻസെക്സ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 0.9, നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ക്രോസ് ചെയ്തിട്ടുണ്ട്, 1% ക്രോസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു 0.5% താഴെ വീണിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാം കാണും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഗ്ലോബൽ ഇൻഡെക്സ് കാണുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം താഴെ നിങ്ങൾ വലിയൊരു രീതിയിലുള്ളൊരു ഫോൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഇന്നലത്തെ ഡോ ജോൺസും S&Pസും എല്ലാം വലിയ രീതിയിൽ താഴേക്ക് ഫോളോ ചെയ്തിട്ട് 0.3 വരെ വീണിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് ഏരിയയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം റീസെൻ്റ് ആയിട്ടുള്ള US-ൻ്റെ ഒരു ടേം ടാരിഫിൻ്റെ ഇഷ്യൂസും കാരണങ്ങളൊക്കെ കൊണ്ട് ഗ്ലോബലായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു പാനിക് ഇത് കാരണം ഉണ്ടാകുന്ന ഒരു സെല്ലിംഗ് ആണ്. അപ്പം ഈ ഒരു സെല്ലിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു ബെനിഫിറ്റാണ് ആക്ച്വലി ഞാനൊരു പൊസിഷൻ. അപ്പം ഇതിപ്പം പ്രോബബ്ലി ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഒരു ഓർഡറിൻ്റെ അകത്ത് ഇപ്പം 512ൻ്റെ ഓർഡർ ഞാൻ 59,800 പൊട്ടില്ല. അതും ITM ആണ്, ശ്രദ്ധിക്കുക. ITMലുള്ള പ്രീമിയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതെടുക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ ലാസ്റ്റത്തെ പോർഷനിൽ ഉണ്ടാകുന്ന ഒരു പാനിക് ബൈയിങ്ങും ഉണ്ടാകും. കാരണം നാളെ ചിലപ്പം ഗ്യാപ്പായി തുറന്നാലോ എന്ന് വിശ്വസിച്ച് തുറക്കുന്ന കുറേ ആൾക്കാർ അവിടെ ഒരു പാനിക് ബൈയിങ് നടക്കും. ഈ ഒരു പാനിക് ബൈയിങ്ങിലാണ് ആക്ച്വലി നിങ്ങൾ കാണുന്ന ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു -44 എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആ ഒരു പാനിക് ബൈയിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറച്ച് പുട്ട് സൈഡ് ഒന്ന് കയറിയത് മാത്രമാണ്. പക്ഷെ നാളെ അതൊരു ഗ്യാപ്പ് ഡൗണിലേക്ക് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ, അപ്പം ആ ഗ്യാപ്പ് ഡൗൺ തുറക്കുന്നത് നാളെ മാർക്കറ്റ് ഒരു 9:15 തുറക്കുന്ന സമയം നമ്മൾ നോക്കി നിന്ന് ആ ഒരു ഏരിയ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ ഞാൻ അതിൻ്റെ ഒരു ലൈവായിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുക്കാം. ഗ്യാപ്പ് ഡൗണിൽ തുറക്കുകയാണെങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ ശരിയാണ്, ഗ്യാപ്പ് ഡൗണിലേക്ക് തുറക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു സ്പോട്ടിൽ തന്നെ കിട്ടുന്ന ഒരു പ്രോഫിറ്റായിട്ട് ഞാൻ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ലൈവ് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം.